ചന്ദ്രാകാരം ഭുജഗശീനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമനീനം യോഗിവേധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവൈനം സർവലോകൈകനാഥം. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ സാഷ്ടാംഗ പ്രണാമം. ശ്രീകൃഷ്ണ ചരിതാമൃതത്തിൽ കൃഷ്ണൻ രുക്മിണിയുമായിട്ട് ദ്വാരകയിലെത്തുന്ന ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത്. സൂർ രാജാക്കൾക്കായിരിക്കുന്ന ഗുരുക്കളുടെയും പാണ്ഡവരുടെയും പ്രതിനിധാനം ചെയ്ത ധൃതരാഷ്ട്രരും പാണ്ഡവ സഹോദരന്മാരും എത്തിയിരുന്നു. അവർക്ക് പുറമെ രാജാക്കന്മാരായിട്ടുള്ള ദ്രുപദൻ, സന്ദർധനൻ, രുക്മിണിയുടെ പിതാവായിരിക്കുന്ന ഭീഷ്മകൻ എന്നിവരും സന്നിഹിതരായിരുന്നു. കൃഷ്ണൻ രുക്മിണിയെ തട്ടിക്കൊണ്ടുപോയതിൻ്റെ പേരിൽ ഇരു കുടുംബങ്ങളും തമ്മിൽ ആദ്യം അല്പം തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടായി എങ്കിലും പിന്നീട് എന്നാൽ ബലരാമൻ തന്നെ നേരിട്ട് ക്ഷണിച്ചതിനാലും ധാർമ്മികന്മാരുടെ പ്രേരണ മൂലവും വിദർഭ രാജാവായിരിക്കുന്ന ഭീഷ്മകൻ ഒടുവിൽ വഴങ്ങി. അദ്ദേഹം വിവാഹത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. കൃഷ്ണൻ്റെ ഈ തട്ടിക്കൊണ്ടുപോകൽ വിദർഭത്തിൽ അത്ര സുഖകരമായ സംഭവമായി തോന്നിയില്ലെങ്കിലും ക്ഷത്രിയരുടെ ഇടയിൽ ഇത്തരം തട്ടിക്കൊണ്ടുപോകൽ തീരെ അപൂർവമായിരുന്നില്ല. അപ്പോൾ ഭീഷ്മകൻ ശരിക്കും കൃഷ്ണന് തന്നെ രുക്മിണിയെ വിവാഹം കഴിച്ചുകൂടാൻ താല്പര്യമുണ്ടായിരുന്ന ആളാണ്. പക്ഷേ സഹോദരൻ രുക്മിണിയുടെ വാക്ക് കേട്ടിട്ടാണ് ശിശുപാലനുമായിട്ട് വിവാഹം തീരുമാനിച്ചത്. അങ്ങനെ ആകെ ഒരു കോലാഹലമൊക്കെ ഉണ്ടായി. അവസാനം കൃഷ്ണൻ രുക്മിണിയെ കൊണ്ട് പോന്നു. അത് അത്ര സുഖകരമൊന്നും അല്ലെങ്കിലും ബലരാമൻ്റെയും ബാക്കിയുള്ളവരുടെയും ഒക്കെ വാക്കുകൾ കേട്ട് ഭീഷ്മകൻ ഏതായാലും വിവാഹത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചു. കൃഷ്ണൻ്റെ ആ വിവാഹത്തിൽ ദ്വാരകയിൽ ക്ഷണമനുസരിച്ചുകൊണ്ട് ഇവരെത്തുകയും ചെയ്തു. ക്ഷത്രിയരുടെ ഇടയിൽ ഇത്തരം തട്ടിക്കൊണ്ടുപോകൽ സാധാരണ നടക്കാറുണ്ട്. എന്തായാലും ആദ്യം മുതൽ തന്നെ തൻ്റെ മകളെ കൃഷ്ണന് വേളിയൊഴിച്ചു കൊടുക്കാൻ ഭീഷ്മകന് സന്തോഷമായിരുന്നു. മറ്റൊരു വിധത്തിലാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം നിറവേറ്റപ്പെട്ടു. തൻ്റെ മൂത്ത മകൻ യുദ്ധത്തിൽ അപമാനിതനായി പോയെങ്കിലും അദ്ദേഹം സന്തോഷപൂർവ്വം വിവാഹകർമ്മങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തു. വിവാഹ ചടങ്ങുകളിൽ നന്ദമഹാരാജാവും വൃന്ദാവനത്തിലെ ഗോപകുമാരന്മാരും പങ്കെടുത്തിരുന്നു എന്ന് പത്മപുരാണം പറയപ്പെടുന്നു. കുരു, സൃജ്ജയം, കേകയം, വിദർഭം എന്നീ രാജ്യങ്ങളുടെ രാജാക്കന്മാരും കുന്തിയും അവരുടെ രാജകീയ പരിച്ഛേദങ്ങളോടുകൂടി തന്നെ ഈ അവസരത്തിൽ ദ്വാരകയിൽ സന്നിഹിതരായിരുന്നു. ഹസ്തിനാപുരത്ത് നിന്ന് ധൃതരാഷ്ട്രനും പാണ്ഡവരും ഒക്കെ ശ്രീകൃഷ്ണൻ്റെ വിവാഹത്തിൽ പങ്കെടുക്കാനുണ്ടായിരുന്നു എന്നർത്ഥം. രുക്മിണി ഭരണത്തിൻ്റെ കഥ കാവ്യരൂപത്തിലാക്കപ്പെട്ടു. സ്ഥിരം പാരായണക്കാർ അത് എല്ലായിടത്തും പാടി നടന്നു. അവിടെ എത്തിയ രാജാക്കന്മാരും വിശേഷിച്ച് അവരുടെ പുത്രിമാരും അത്ഭുതാദി വികാര അധീനരാകുകയും ചെയ്തു. അതായത് ഈ ശ്രീകൃഷ്ണൻ്റെ രുക്മിണീകരണം എന്ന ഭാഗം കാവ്യരൂപത്തിലാക്കപ്പെട്ടു. പിന്നീട് അത് കീർത്തിച്ചുകൊണ്ട് നടക്കുന്ന എല്ലായിടത്തും പാടി നടന്നവരും ഉണ്ടായിരുന്നു. ഇതെല്ലാം കേട്ടിട്ട് പലർക്കും അത്ഭുതാവഹമായിട്ട് തോന്നി. കൃഷ്ണൻ്റെ ധീര പ്രവർത്തികളെക്കുറിച്ച് കേട്ട് സന്തോഷിക്കുകയും ചെയ്തു. ഇങ്ങനെ കൃഷ്ണനെയും രുക്മിണിയെയും ഒരുമിച്ച് കാണാൻ ഭാഗ്യം സിദ്ധിച്ച അതിഥികളായിരിക്കുന്ന സന്ദർശകരും ദ്വാരകാ നിവാസികളും അത്യന്തം ആഹ്ലാദഭരിതരായിരുന്നു. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ എല്ലാവരുടെയും രക്ഷകനായിരിക്കുന്ന സർവേശ്വരൻ്റെയും ഐശ്വര്യദേവതയായിരിക്കുന്ന ആ ലക്ഷ്മി ദേവിയുടെ പ്രതിരൂപമായിരിക്കുന്ന രുക്മിണി ദേവിയുടെയും ഒത്തുചേരൽ കണ്ട് ജനങ്ങൾ ഒന്നടങ്കം ഉത്സാഹഭരിതരായി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം സമർപ്പിക്കപ്പെടുന്നത്. അങ്ങനെ രുക്മിണി സ്വയംവരം എന്ന ആ അവസ്ഥയിൽ നിന്നും വിവാഹം നടന്നത് ദ്വാരകയിൽ വെച്ചാണ്. അങ്ങനെ അതിഗംഭീരമായ ആഘോഷത്തോടുകൂടി രുക്മിണി സ്വയംവരം പൂർണ്ണമായി. ഇനി പ്രത്യുമ്നൻ്റെ ജന്മമാണ്. രുക്മിണിയിൽ ആദ്യം ജനിച്ച കുട്ടിയാണ് പ്രത്യുമ്നൻ. പ്രത്യുമ്നൻ്റെ ജനനത്തെ പറ്റിയാണ് ഇനി അടുത്ത അധ്യായത്തിൽ വിശദീകരിക്കുന്നത്. ഭഗവാൻ വാസുദേവൻ്റെ അവിഭാജ്യ ഘടകവും നേരത്തെ ശിവൻ്റെ കോപാഗ്നിയിൽ ഭസ്മമായി പോയവനുമായിരിക്കുന്ന കാമദേവൻ രുക്മിണിയുടെ ഗർഭത്തിൽ പിറന്നു എന്നാണ് പറയപ്പെടുന്നത്. കാമവുമായി ബന്ധപ്പെട്ട അഭിലാഷങ്ങൾക്ക് പ്രേരണ നൽകി സ്വർലോകവാസിയായിരിക്കുന്ന ദേവനാണ് കാമദേവൻ.
ആ കാമദേവൻ ഒരു ശാപത്തിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ രുക്മിണിയുടെയും ശ്രീകൃഷ്ണൻ്റെയും പുത്രനായിട്ട് ജനിക്കുന്നത്. ആ കാമദേവൻ തന്നെയാണ് പ്രത്യുമ്നായിട്ട് ജനിച്ചത് എന്ന് പറയപ്പെടുന്നു. പരമദിവ്യ പുരുഷോത്തമനായിരിക്കുന്ന കൃഷ്ണന് അനേകം തരത്തിലുള്ള അഭിവാച്യ ഘടകങ്ങളുണ്ട്. എന്നാൽ അവയിൽ വാസുദേവൻ, സംഘർഷണൻ, പ്രത്യുമ്നൻ, അനിരുദ്ധൻ എന്നീ 4 പേരാണ് വിഷ്ണുവിൻ്റെ പേരുള്ള വിഭാഗത്തിൽപ്പെടുന്നത്. പിൽക്കാലത്ത് രുക്മിണിയുടെ ഗർഭത്തിൽ പിറന്ന കാമദേവൻ തന്നെയാണ് പ്രത്യുമ്നൻ എന്ന പേരിലും അറിയപ്പെട്ടിരുന്നത്. എന്നാൽ ആ പ്രത്യുമ്നൻ വിഷ്ണു വിഭാഗത്തിൽപ്പെട്ടവനല്ല. അദ്ദേഹം ജീവതത്വ വിഭാഗത്തിലുള്ളവനാണ്. ദേവന്മാരുടെ വർഗത്തിൽ സവിശേഷമായ ശക്തിയുണ്ടെന്നതൊഴിച്ചാൽ പ്രത്യുമ്നൻ പരമപുരുഷന്റെ അഭിവാച്യ ഘടകം തന്നെ ആയിരുന്ന അദ്ദേഹം എന്ന് ഗോസ്വാമി തീർത്ത് പറയുന്നു. അതിനാൽ ശിവന്റെ കോപാഗ്നിയിൽ ദഹിച്ചപ്പോൾ കാമൻ വാസുദേവന്റെ ശരീരത്തിൽ ലയിച്ചു ചേർന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആ ശരീരം വീണ്ടെടുക്കാനായിക്കൊണ്ട് ഭഗവാൻ കൃഷ്ണൻ തന്നെ സ്വയം അവന് ജന്മം നൽകി. അവനെ സ്വന്തം ശരീരത്തിൽ നിന്ന് ഭഗവാൻ കൃഷ്ണൻ നേരിട്ട് രുക്മിണിയുടെ ഗർഭത്തിലേക്ക് കടത്തിവിടുകയാണ് ചെയ്തത് എന്നും പറയപ്പെടുന്നു. അങ്ങനെ കൃഷ്ണന്റെ പുത്രനായിട്ട് പ്രത്യുമ്നൻ എന്ന പേരിൽ പ്രസിദ്ധനായി തീരുകയും ചെയ്തു. കൃഷ്ണന് ജനിച്ചതിനാൽ അവൻ്റെ ഗുണങ്ങൾ മിക്കവാറും കൃഷ്ണൻ്റേതിന് തുല്യമായിരുന്നു. പ്രത്യുമ്നാൽ വധിക്കപ്പെട്ട ശംഭരൻ എന്നു പേരായിരിക്കുന്ന ഒരു അസുരനുണ്ടായിരുന്നു. തൻ്റെ വിധിയെക്കുറിച്ച് ശംഭരൻ അറിഞ്ഞിരുന്നു. അതിനാൽ പ്രത്യുമ്നൻ ജനിച്ചതറിഞ്ഞ് അയാൾ ഒരു സ്ത്രീ രൂപം ധരിച്ച് 10 ദിവസം പോലും പ്രായമാകാത്ത പ്രത്യുമ്നെ തട്ടിക്കൊണ്ടുപോയി കടലെറിഞ്ഞു. ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. എന്നാൽ കൃഷ്ണന്റെ രക്ഷണത്തിലുള്ളവനെ ആർക്കും കൊല്ലാനാകില്ല. കൃഷ്ണൻ കൊല്ലും എന്ന് വിധിക്കപ്പെട്ടവനെ ആർക്കും രക്ഷിക്കാനും ആകില്ല. കൃഷ്ണന്റെ പ്രത്യേകത ഏതാ? കൃഷ്ണന്റെ രക്ഷാകവചത്തിൽ നമേ ഭക്ത പ്രണസതി എന്ന് ഭഗവാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം അത് തന്നെയാണ്. എൻ്റെ രക്ഷാകവചത്തിൽ വന്നിട്ടുള്ള ആരെയും ഇല്ലാതെയാക്കാൻ ആർക്കും കൊല്ലാൻ സാധ്യമല്ല. ഇനി ഭഗവാൻ കൊല്ലും, കൃഷ്ണൻ കൊല്ലും എന്ന് വിധിക്കപ്പെട്ടവനെ മറ്റാർക്കും രക്ഷിക്കാനുമാകില്ല എന്നാണ് പറയപ്പെടുന്നത്. കടലിൽ പതിച്ച പ്രത്യുമ്നെ നിമിഷ നേരത്തിൽ ഒരു വലിയ മത്സ്യം വന്നു വിഴുങ്ങി. പിന്നീട് ആ മത്സ്യം ഒരു മുക്കുവിൻ്റെ വലയിൽ കുടുങ്ങി. മുക്കുവൻ അതിനെ ശംഭരന് വിറ്റു. ശംഭരൻ്റെ അടുക്കൽ മായാവതി എന്നൊരു വേലക്കാരി ഉണ്ടായിരുന്നു. ഈ സ്ത്രീ മുമ്പ് കാമദേവന്റെ ഭാര്യയായിരുന്നു പൂർവജന്മത്തിൽ. അന്നത്തെ പേര് രതി എന്നായിരുന്നു. ശംഭരന്റെ കയ്യിൽ നിന്ന് ഈ മത്സ്യം പാചകക്കാരൻ്റെ കയ്യിലെത്തി. അവൻ അതിനെ രുചികരമായ ആക്കാനൊരുങ്ങിയിരുന്നു. അസുരന്മാരും രാക്ഷസന്മാരും ഇറച്ചി, മീൻ തുടങ്ങിയ സസ്യേതര ഭക്ഷണങ്ങൾ കഴിക്കുക പതിവായിരുന്നു. അതുപോലെ തന്നെ ബ്രാഹ്മണരുടെയും ക്ഷത്രിയരുടെയും മക്കളായിട്ടാണ് പിറന്നതെങ്കിലും രാവണൻ, കംസൻ, ഹിരണ്യശുപു തുടങ്ങിയ മറ്റ് അസുരന്മാരും ഒരു വിവേചനവുമില്ലാതെ മാംസം ഭക്ഷിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു. ഇന്നും ഈ സമ്പ്രദായം ഇന്ത്യയിൽ നിലവിലുണ്ട്. മാംസഭുക്കുകളായ ആളുകളെ അസുരന്മാരെന്നും രാക്ഷസന്മാരും എന്നും വിളിച്ചിരുന്നു. അടുക്കളക്കാരൻ മീനിനെ മുറിച്ചപ്പോൾ അതിൻ്റെ വയറ്റിൽ ഭംഗിയുള്ള ഒരു മനുഷ്യ ശിശുവിനെ കണ്ടു. അയാൾ അതിനെ സഹായിയായിരിക്കുന്ന മായാവതിയെ ഏൽപ്പിച്ചു. ഇത്ര ഭംഗിയുള്ള ഒരു മനുഷ്യ ശിശുവിനെ ഒരു മത്സ്യത്തിൻ്റെ വയറ്റിൽ കഴിഞ്ഞു കൂടാൻ സാധിച്ചതെങ്ങനെയെന്ന് ആ സ്ത്രീ അത്ഭുതപ്പെട്ടു. അങ്ങനെ ഒരവസ്ഥാവിശേഷം അവളുടെ ആശയക്കുഴപ്പത്തിലാക്കി. അപ്പോഴാണ് മഹർഷി നാരദൻ അവിടെ പ്രത്യക്ഷപ്പെട്ടത്. പ്രത്യുമ്നന്റെ ജനനത്തെക്കുറിച്ചും ആ ശിശുവിനെ ശംഭരൻ തട്ടിക്കൊണ്ടുപോയതും കടലിലെറിഞ്ഞതുമായിരിക്കുന്ന കാര്യങ്ങളെല്ലാം അദ്ദേഹം അവൾക്ക് വിശദീകരിച്ചു കൊടുത്തു. ഇപ്രകാരം പണ്ട് രതി എന്ന പേരിൽ കാമദേവന്റെ ഭാര്യയായിരുന്നു ഇപ്പോൾ മായാവതിയായിട്ട് ശംഭരന്റെ അടുക്കളയിൽ ദാസിയായിട്ട് വന്നത്. അങ്ങനെ അത്രയും കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി നാരദര്. അതുകൊണ്ട് ശിവന്റെ രോഷാഗ്നിയിൽ ദഹിച്ചുപോയ ഭർത്താവ് വീണ്ടും ഭൗതിക രൂപത്തിൽ എന്നെങ്കിലും തിരിച്ചു വരുമെന്ന് അവൾ പ്രതീക്ഷിച്ചിരുന്നു. ഈ സ്ത്രീ അടുക്കളയിൽ അരിയും പരിപ്പും പാകം ചെയ്യുന്ന ജോലിയിലാണ് ഏർപ്പെട്ടിരുന്നത്. എന്നാൽ തനിക്ക് ലഭിച്ച ഭംഗിയുള്ള ഈ ശിശു സ്വന്തം
ഭർത്താവായിരിക്കുന്ന കാമൻ തന്നെയാണെന്നറിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും തികഞ്ഞ അത്ഭുതമെന്നേ പറയണ്ടു. അതുകൊണ്ട് അതിനെ വേണ്ട വിധത്തിൽ കുളിപ്പിച്ച് ശിശു അതിനെ പെട്ടെന്ന് തന്നെ കുളിപ്പിക്കൽ കഴിഞ്ഞത് തന്നെ കുട്ടി സാധാരണഗതിയിൽ നിന്ന് പെട്ടെന്ന് വേഗം വളർന്നു വലുതായി. ചുരുങ്ങിയ കാലത്തിനുള്ളിൽ അതിസുന്ദരനായിരിക്കുന്ന ഒരു യുവാവായി തീർന്നു. താമരയിതൾ പോലെ മനോജ്ഞമായിരുന്നു അവൻ്റെ ആ കണ്ണുകൾ. കാൽമുട്ട് വരെ നീണ്ടു കിടക്കുന്ന കൈകൾ അദ്ദേഹത്തെ കാണാനിടയാകുന്ന ഏതൊരു സ്ത്രീയെയും ആ ശാരീരിക സൗന്ദര്യത്തിൽ മയങ്ങിപ്പോയിരുന്നു. ഇപ്രകാരം പ്രത്യുമ്നായി ജനിച്ചിരുന്ന പണ്ടത്തെ ഭർത്താവ് സുന്ദരനായിരിക്കുന്ന യുവാവായിട്ട് വളർന്ന കാര്യം മായാവതി അറിഞ്ഞതുമില്ല. ക്രമേണ അവൾ അവനിലേക്ക് ആകർഷിക്കപ്പെടുകയും അവനിൽ കാമാർത്ഥയാവുകയും ചെയ്തു. ലൈംഗിക വീഴ്ചയ്ക്കുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് ത്രൈണ്യമായിരിക്കുന്ന ആകർഷണീയതയോടുകൂടി അവൾ അവനെ നോക്കി പുഞ്ചിരിക്കാൻ തുടങ്ങി. അപ്പോൾ അവൻ അവളോട് പറഞ്ഞു, ആദ്യം നിങ്ങൾക്ക് എന്നോട് മാതൃതുല്യമായിരിക്കുന്ന വാത്സല്യമായിരുന്നു. എന്നാൽ ഇപ്പോൾ നിങ്ങൾ കാമാർത്ഥിയായ സ്ത്രീയെപ്പോലെ പെരുമാറുന്നു. ഈ മാറ്റത്തിന് എന്താണ് കാരണം? ഇത് കേട്ട് രതി പറഞ്ഞു, പ്രിയപ്പെട്ട പ്രഭു, അങ്ങ് ഭഗവാൻ കൃഷ്ണൻ്റെ പുത്രനാണ്. ജനിച്ച് 10 നാൾ തികയും മുമ്പ് ശംബരാസുരൻ അങ്ങയെ മോഷ്ടിച്ച് കടലിലെറിഞ്ഞു. അങ്ങയെ ഒരു മത്സ്യം വിഴുങ്ങി. അങ്ങനെ അവിടുന്ന് എൻ്റെ സംരക്ഷണയിലെത്തി. എന്നാൽ പൂർവ്വജന്മത്തിൽ അങ്ങ് കാമദേവനായിരുന്നു. അന്ന് ഞാൻ അങ്ങയുടെ ഭാര്യയുമായിരുന്നു. അതിനാൽ എൻ്റെ ശൃംഗാര പ്രകടനത്തിൽ അസാംഗത്യമൊന്നുമില്ല. ശംബരൻ അങ്ങയെ കൊല്ലാൻ ആഗ്രഹിക്കുന്നു. അയാൾക്ക് അനേകം ഗൂഢശക്തികളുണ്ട്. അതിനാൽ വീണ്ടും അവൻ അങ്ങയെ കൊല്ലാൻ ശ്രമിക്കുന്നതിന് മുമ്പ് എത്രയും വേഗം അവനെ അങ്ങയുടെ ദിവ്യശക്തി കൊണ്ട് നിഗ്രഹിച്ചാലും എന്ന് മായാവതി പ്രത്യുമ്നോട് പറഞ്ഞു. ശംബരൻ അങ്ങയെ മോഷ്ടിച്ചു കൊണ്ട് പോയതിനാൽ അങ്ങയുടെ മാതാവായിരിക്കുന്ന രുക്മിണി കുഞ്ഞു നഷ്ടപ്പെട്ട് കുയിൽപേടയെ പോലെ ദുഃഖാവസ്ഥയിലാണ്. അവൾക്ക് അവിടുത്തോട് അങ്ങേയറ്റത്തെ വാത്സല്യവുമുണ്ട്. അങ്ങയെ അവളിൽ നിന്ന് അകറ്റിക്കളഞ്ഞതിനാൽ കിടാവ് നഷ്ടപ്പെട്ട പശുവിനെ പോലെ ദുഃഖിതയായിട്ടാണ് അവൾ കഴിയുന്നത്. മായാവതിക്ക് പ്രകൃത്യാതീത ശക്തികളെക്കുറിച്ച് ദിവ്യമായ ജ്ഞാനമുണ്ട്. അതായത് മായാവതി എന്ന പേരിന് ഉതകുന്ന വിധത്തിൽ ശക്തി തന്നെ ഒരു യോഗമായയുടെ അവസ്ഥയിൽ തന്നെ ഈ മായാവതിയിൽ മായാപ്രയോഗങ്ങളിൽ പ്രസിദ്ധിയായിരുന്നു എന്നർത്ഥം. അതുകൊണ്ട് പ്രാകൃതാതീത ശക്തികൾ പൊതുവിൽ മായ എന്ന് അറിയപ്പെട്ടിരുന്നു. ഇത്തരം പ്രകൃത്യ അതീത ശക്തികളെ മുഴുവൻ ഉല്ലംഘിക്കാൻ കഴിവുള്ള മറ്റൊരു ഭൗമേതര ശക്തിയുമുണ്ട്. അതിൻ്റെ പേര് മഹാമായ എന്നാണ്. ആ മായാവതിക്ക് മഹാമായ എന്ന ശക്തി വശമാണ്. ശംബരൻ്റെ നിഗൂഢ ശക്തിയെ തോൽപ്പിക്കാൻ അവൾ ഈ ശക്തിയെ പ്രത്യുമ്നന് പഠിപ്പിച്ചു കൊടുത്തു. ഇപ്രകാരം ഭാര്യയിൽ നിന്ന് ശക്തി നേടിയ പ്രത്യുമ്നൻ ഉടൻ തന്നെ ശംബരനെ യുദ്ധത്തിന് വിളിച്ചു. ശംബരൻ്റെ കോപം ഉദ്ദീപിപ്പിച്ചു. അങ്ങനെ യുദ്ധത്തിന് പ്രേരിപ്പിക്കപ്പെട്ടവനായിക്കൊണ്ട് പ്രത്യുമ്നൻ ശക്തമായ ഭാഷയാണ് ഉപയോഗിച്ചത്. ഇത് കേട്ട് അപമാനിതനായിരിക്കുന്ന ശംബരൻ ചവിട്ടേറ്റ സർപ്പത്തെപ്പോലെ ക്രൂഢനായി. മറ്റൊരു ജീവിയോ മനുഷ്യനോ തന്നെ ചവിട്ടുന്നത് സർപ്പം സഹിക്കില്ല. അപ്പോൾ തന്നെ അത് ശത്രുവിനെ ദംശിച്ചിരിക്കും തീർച്ച. ഇങ്ങനെ പ്രത്യുമ്നന്റെ വാക്കുകൾ കാലുകൊണ്ടുള്ള പ്രഹരം പോലെയാണ് ശംബരന് തോന്നിയത്. ഉടനെ അയാൾ ഗദയുമായിട്ട് പ്രത്യുമ്നനെ നേരിട്ട് ഉഗ്രമായ കോപത്തോടെ പർവ്വതത്തെ അഗ്നി പാദം പോലെ പ്രത്യുമ്ന മേൽ ചാടി വീണു. ഗദ ആഘാതം നടത്തി. അയാൾ മേഘത്തെപ്പോലെ ഗർജിച്ചു. കൂടെ ഞരങ്ങുകയും ചെയ്തിരുന്നു. സ്വന്തം ഗദ കൊണ്ട് പ്രതിരോധിക്കുന്നതിനിടയിൽ പ്രത്യുമ്നൻ ശംബരനിൽ കഠിനമായ ഗദാഘാതത്തിന്മേൽ ഏൽപ്പിച്ചു. ഇത്തരണത്തിൽ പ്രത്യുമ്നും ശംബരനും തമ്മിലുള്ള യുദ്ധം പ്രചണ്ഡമായി. അന്തരീക്ഷത്തിൽ ഉയർന്ന ബാഹ്യ ആകാശത്ത് നിന്നുകൊണ്ട് യുദ്ധം ചെയ്യാനുള്ള യോഗശക്തി ശംബരനും വശമായിരുന്നു.
മയൻ എന്ന പേരുള്ള മറ്റൊരു അസുരനിൽ നിന്നാണ് ശംഭരൻ ഈ കലയിൽ പ്രാവീണ്യം നേടിയത്. ശംഭരൻ ആകാശത്തിലേക്ക് ഉയർന്ന് പലതരം അണ്വായുധങ്ങൾ പ്രദ്യുമ്നൻ്റെ മേൽ വർഷിച്ചു. അപ്പോഴാണ് ശംഭരൻ യോഗശക്തിയെ നേരിടാനുള്ള മഹാവിദ്യ എന്ന ദിവ്യശക്തിയെക്കുറിച്ച് പ്രദ്യുമ്നൻ ഓർമ്മിപ്പിച്ചത്. ഇത് മായാപ്രയോഗത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. സാത്വിക ഗുണത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന മഹാവിദ്യ. തൻ്റെ ശത്രു അത്യുഗ്രനാണെന്ന് മനസ്സിലാക്കിയ ശംഭരനാകട്ടെ ഗുഹ്യകന്മാർ, ഗന്ധർവന്മാർ, പിശാചുകൾ, സർപ്പങ്ങൾ, രാക്ഷസന്മാർ തുടങ്ങിയ ആസുരമായിരിക്കുന്ന സകല യൗകിക ശക്തികളെയും സഹായം നേടി. അയാൾ സ്വന്തം യൗകിക ശക്തികൾ പ്രകടിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ പ്രകൃത്യാതീത ശക്തികളുടെ പിന്തുണയും നേടുകയും ചെയ്തുവെങ്കിലും മഹാവിദ്യ എന്ന കൂടുതൽ മുന്തിയ ശക്തി കൊണ്ട് അയാളുടെ ശക്തികളെ മുഴുവൻ നേരിടാൻ പ്രദ്യുമ്നന് കഴിഞ്ഞു. എല്ലാ തരത്തിലും ശംഭരൻ പരാജയപ്പെട്ടതിനെ തുടർന്ന് അമൂല്യ രത്നങ്ങൾ പതിച്ച കിരീടം കൊണ്ട് അലങ്കൃതമായിരിക്കുന്ന ശംഭരൻ്റെ ശിരസ് പ്രദ്യുമ്നൻ തൻ്റെ അതിനിശിതമായിരിക്കുന്ന ഖഡ്ഗം കൊണ്ട് ഉടലിൽ നിന്ന് വേർപെടുത്തി. പ്രദ്യുമ്നൻ അസുരനെ നിഗ്രഹിച്ചത് കണ്ട് ഉപരിലോകങ്ങളുള്ള ദേവഗണങ്ങൾ അദ്ദേഹത്തിൻ്റെ മേൽ പുഷ്പവൃഷ്ടി ചെയ്തു. ഇപ്രകാരം പ്രദ്യുമ്നൻ്റെ ഭാര്യ മായാവതിക്ക് ബാഹ്യാകാശത്ത് സഞ്ചരിക്കാനുള്ള കഴിവുണ്ടായിരുന്നു. അതിനാൽ ആകാശമാർഗേണ അവരിരുവരും നേരെ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ നഗരിയായിരിക്കുന്ന ദ്വാരകയിലേക്ക് പറന്ന് എത്തി. ഭഗവാൻ കൃഷ്ണൻ്റെ കൊട്ടാരത്തിന് മുകളിലൂടെ കടന്നുപോയ ആ മിന്നലോടുകൂടിയ മേഘമെന്ന പോലെ പതുക്കെ താഴോട്ട് വന്ന് കൊട്ടാരത്തിൽ അന്തർഭാഗത്ത് അന്തഃപുരം എന്നാണ് പറയുക. അപ്പോൾ അവിടെ അനേകം സ്ത്രീകളെ കണ്ടപ്പോൾ പ്രദ്യുമ്നും മായാവതിയും അവരോടൊപ്പം ഇരുന്നു. നീണ്ട കൈകളും ചുരുണ്ട മുടിയും മനോഹരമായിരിക്കുന്ന കണ്ണുകളും പുഞ്ചിരിക്കുന്ന ചുമന്ന മുഖവും രത്നാഭരണങ്ങളും നീല ചവി കലർന്ന വസ്ത്രങ്ങളുമുള്ള പ്രദ്യുമ്നൻ കൃഷ്ണനിൽ നിന്ന് വിഭിന്നങ്ങളായിരിക്കുന്ന ഒരാളായിട്ട് അവർക്ക് തോന്നിയതേയില്ല. കൃഷ്ണന്റെ പെട്ടെന്നുള്ള സാന്നിധ്യത്തിൽ അനുഗ്രഹീതന്മാരായി തോന്നിയ അവർ കൊട്ടാരത്തിൻ്റെ മറ്റേതെങ്കിലും മൂലയിൽ ഒളിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തു. എന്നിരുന്നാലും കൃഷ്ണന്റെ എല്ലാ സവിശേഷതകളും പ്രദ്യുമ്നനിൽ കാണാത്തതിനാൽ ജിജ്ഞാസ മൂലം അവർ അവനെയും അവൻ്റെ ഭാര്യയെയും മായാവതിയെയും കാണാനായി വീണ്ടും മടങ്ങി വന്നു. അത്യന്തം സുന്ദരനായിരിക്കുന്ന ഈ വ്യക്തി ആരായിരിക്കുമെന്ന് അവർ ഊഹിച്ചു നോക്കി. സ്ത്രീകളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന താമരപ്പൂ പോലെ മനോഹരമായ കണ്ണുകളുള്ള രുക്മിണീ ദേവിക്കും അവന് സമമായ സൗന്ദര്യം ഉണ്ടായിരുന്നു. പ്രദ്യുമ്നെ കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും അവൾ തൻ്റെ പുത്രനെക്കുറിച്ച് ഓർത്തു. മാതൃവാത്സല്യ നിമിത്തം അവളുടെ സ്ഥലങ്ങളിൽ നിന്ന് പാല് ചുരയാൻ തുടങ്ങി. അവൾ ചിന്തിച്ചു, ആരാണ് ഈ യുവാവ്? അത്യന്തം സുന്ദരനായിരിക്കുന്ന കാണപ്പെടുന്നുവല്ലോ. ഇവനെ ഗർഭം ധരിച്ച് അമ്മയായി തീരാൻ ഭാഗ്യം സിദ്ധിച്ച സ്ത്രീ ആരായിരിക്കും? കൂട്ടത്തിൽ ഒരു യുവതി ഉള്ളത് ആരാണാവോ? പരസ്പരം അങ്ങനെ കണ്ടുമുട്ടി. ഈറ്റില്ലത്തിൽ വെച്ച് തൻ്റെ മോഷ്ടിക്കപ്പെട്ട സ്വന്തം മകനെ ഓർമ്മിക്കുമ്പോൾ അവനിപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഈ കുട്ടിയുടെ പ്രായം എത്തിയിരിക്കുമെന്ന് രുക്മിണിക്ക് ഊഹിക്കാൻ കഴിഞ്ഞു. കേവലം അന്തശ്ചോദന മൂലം പ്രദ്യുമ്നൻ തൻ്റെ നഷ്ടപ്പെട്ട പുത്രൻ തന്നെയാണെന്ന് രുക്മിണിക്ക് മനസ്സിലായി. എല്ലാ തരത്തിലും കൃഷ്ണന്റെ തനി പകർപ്പാണ് പ്രദ്യുമ്നെന്നും അവൾ കണ്ടുപിടിച്ചു. കൃഷ്ണന്റെ സർവലക്ഷണങ്ങളും ഇവൻ എങ്ങനെ കൈവന്നു എന്ന് അവൾ ആശ്ചര്യപ്പെട്ടു. അതിനാൽ മുമ്പിൽ നിൽക്കുന്ന ആ ബാലനായ തൻ്റെ മകൻ വളർന്ന് പ്രായമായതാണെന്ന് കൂടുതൽ വിശ്വാസതയോടെ അവൾ കരുതി. പോരെങ്കിൽ അവനോട് അവൾക്ക് അത്യന്തം വാത്സല്യം തോന്നുകയും ശുഭസൂചകമായിട്ട് അവളുടെ ഇടത് കൈ തുടിക്കുകയും ചെയ്തു. ഇപ്രകാരം ഈ മുഹൂർത്തത്തിൽ തന്നെ മാതാപിതാക്കളായ ദേവകിയും വസുദേവരും ഒത്ത് ഭഗവാൻ കൃഷ്ണൻ രംഗത്ത് പ്രത്യക്ഷപ്പെട്ടു. പരമ ദിവ്യോത്തമ പുരുഷനായിരിക്കുന്ന കൃഷ്ണൻ എല്ലാം പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി. എങ്കിലും ആ പരിസ്ഥിതിയിൽ അദ്ദേഹത്തിന് നിശബ്ദതയെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഭഗവാൻ കൃഷ്ണന്റെ ഇംഗിതമനുസരിച്ച് നാരദ മഹർഷിയും അവിടെ വന്നെത്തി. ഇങ്ങനെയാണ് ഈറ്റില്ലത്തിൽ നിന്ന് പ്രദ്യുമ്നൻ മോഷ്ടിക്കപ്പെട്ടതെന്നും അവൻ തൻ്റെ മുൻ ജന്മപത്നിയായിരിക്കുന്ന
രതിയോടൊപ്പം എപ്രകാരം ഇവിടെ എത്തിച്ചേർത്തുമെന്ന് മറ്റുമുള്ള കാര്യങ്ങൾ മുഴുവനും അദ്ദേഹം വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. പ്രത്യുമ്നൻ്റെ അത്ഭുതകരമായ തിരോധാനത്തെയും വളർച്ചയെയും കുറിച്ച് കേട്ടവരെല്ലാം അത്ഭുതസ്തബ്ധരായി മാറി. കാരണം തങ്ങളുടെ മരിച്ചുപോയ പുത്രൻ തിരികെ വരുമെന്നുള്ള പ്രതീക്ഷ തീരെ അസ്തമിച്ചിരുന്ന സമയത്താണ് അവർക്ക് ഇവനെ തിരിച്ചു കിട്ടിയിരിക്കുന്നത്. പ്രത്യുമ്നാണ് അവിടെ സന്നിഹിതമായിരുന്നത് എന്നറിഞ്ഞപ്പോൾ അളവറ്റ ഉത്സാഹത്തോടെയാണ് അവർ അവനെ സ്വീകരിച്ചത്. ദേവകി, വസുദേവർ, ഭഗവാൻ കൃഷ്ണൻ, ഭഗവാൻ ബലരാമൻ, രുക്മിണി എന്നീ കുടുംബാംഗങ്ങളോ മുഴുവനും ഓരോരുത്തരായിട്ട് ഒപ്പം കുടുംബത്തിലെ മറ്റ് സ്ത്രീകളും അവനെയും ഭാര്യ മായാവതിയെയും ആശ്ലേഷിച്ച് തുടങ്ങി. പ്രത്യുമ്നൻ തിരിച്ചു വന്ന വാർത്ത നഗരത്തിൽ പരന്നപ്പോൾ ദ്വാരകാവാസികൾ മുഴുവൻ അത്യന്തം ഉദ്വേഗത്തോടെ തന്നെ അവനെ കാണാൻ ഓടിയെത്തി. അവർ പറഞ്ഞു തുടങ്ങി, മരിച്ച പുത്രൻ തിരിച്ചു വന്നു. ഇതിൽ കൂടുതൽ എന്താണ് അത്ഭുതം? ഇതിൽ കൂടുതൽ എന്താണ് സന്തോഷം? ആദ്യമൊക്കെ കൊട്ടാരത്തിലുള്ള അമ്മമാരും ചിറ്റമ്മമാരും പ്രത്യുമ്നെ കണ്ട് കൃഷ്ണനാണെന്ന് തെറ്റിദ്ധരിച്ച് ലൈംഗിക ബന്ധത്തിനുള്ള ആഗ്രഹം മൂലം ലജ്ജിച്ചു പോയിരുന്നു എന്ന് ശ്രീല ശുകദേവ ഗോസ്വാമി വിശദീകരിക്കുന്നുണ്ട്. പ്രത്യുമ്നൻ്റെ ഛായ ശരിക്കും കൃഷ്ണൻ്റെയോ തന്നെയാണെന്നും പോരെങ്കിൽ അവൻ യഥാർത്ഥ കാമൻ തന്നെയാണെന്നും എന്നുമാണ് വിശദീകരണം. അതിനാൽ പ്രത്യുമ്നൻ്റെ അമ്മമാരും മറ്റ് സ്ത്രീകളും അവനെ ആ രീതിയിൽ തെറ്റിദ്ധരിച്ചതിൽ അത്ഭുതത്തിന് അവകാശമൊന്നുമില്ല. പ്രത്യുമ്നൻ്റെ ആകാര സൂക്ഷ്മം അവൻ കൃഷ്ണൻ തന്നെയാണെന്നാണ് അവൻ്റെ അമ്മയെപ്പോലും തെറ്റിദ്ധരിപ്പിക്കാൻ പോകുന്ന വിധത്തിൽ കൃഷ്ണൻ്റേതിന് സമമായതിന് എന്ന പ്രസ്താവത്തിൽ നിന്ന് ഇക്കാര്യം സ്പഷ്ടമാണ്. അപ്പം ഈ കൃഷ്ണൻ്റെ എല്ലാവിധ സ്വഭാവ വൈശിഷ്ട്യങ്ങളും പ്രത്യുമ്നനിൽ പ്രകടമായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് പെട്ടെന്ന് തെറ്റിദ്ധരിക്കാനും ഇടവന്നു എന്നുള്ളതാണ്. അപ്പം ആ പ്രത്യുമ്നൻ്റെ തിരോധാനവും പുനർജന്മത്തിന് തുല്യമായിട്ടുള്ള പുനർജന്മവും തന്നെ എന്ന് പറയാം. പൂർവ്വജന്മത്തിൽ കാമദേവനായിരുന്നു. അതേ കാമദേവൻ്റെ ഭാര്യയായിരുന്ന രതി തന്നെയാണ് ഇവിടെ മായാവതിയായിട്ടും പ്രത്യക്ഷപ്പെട്ടതെന്ന്. അതാണ് ഇതിൻ്റെ അടുത്ത ഭാഗം. നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. എല്ലാവർക്കും നമസ്കാരം.